സംസ്ഥാനത്തെ കൗമാര കലോത്സവത്തിന് കൊല്ലത്ത് അരങ്ങുണരുന്നു. 24 വേദികളായി 239 മത്സരങ്ങളിലാണ് കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുക. കോഴിക്കോട് നിന്നും ഘോഷയാത്രയെ പുറപ്പെട്ട സ്വർണ്ണക്കപ്പ ഇന്ന് വൈകിട്ടോടെ കൊല്ലത്ത് വിവരങ്ങളുമായി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, കൊല്ലമിനി കലാമേളകൾ കൊണ്ട് അങ്ങ് ഉത്സവ അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. എന്തൊക്കെയായി ഒരുക്കങ്ങൾ? കൊച്ചു കലാകാരന്മാരും കലാകാരികളും ഒക്കെ എത്തിത്തുടങ്ങിയോ? എന്തൊക്കെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? ഉമേഷ്, കൊല്ലത്തിന്റെ മുക്കും മൂലയുമെല്ലാം ഈ കലാമാമാങ്കത്തെ കൗമാരോത്സവത്തെ വരവേൽക്കുന്നതിനുള്ള ആവേശത്തിലാണ്, ഉത്സവ അന്തരീക്ഷത്തിലാണ്. എന്നോടൊപ്പം ഉള്ളത് കൊല്ലത്തെ ചാത്തനാകുളം സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇവിടുത്തെ വോളണ്ടിയർ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് സജീവമായിട്ട് കഴിഞ്ഞ സമയങ്ങളായിട്ട് ഇവിടെയുണ്ട്. ഇവിടെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നതിന് സംഘാടകരെ സഹായിച്ചുകൊണ്ട് ഇവരിവിടെ അണിനിരക്കുകയാണ്. പക്ഷേ ആ വോളണ്ടിയർ വർക്കിനപ്പുറം ഈ കലോത്സവ മാമാങ്കം ഇവിടെ എത്തിയതിന്റെ ആവേശത്തിലാണ് ഇവർ. ആ ഒരു ഉത്സവം ഇവിടെ കാണുന്നതിനുള്ള, ഇവിടെ അതിൽ അണിചേരുന്നതിനുള്ള, പങ്കെടുക്കുന്നതിനുള്ള ആവേശമൊക്കെ ആയിട്ടാണ് ഇവരെ മുന്നോട്ട് പോകുന്നത്. ഞാൻ അല്പസമയം മുമ്പ് നിങ്ങളെ ആർപ്പുവിളികളും ആ ഒരു ആവേശവും ഒക്കെ നേരിൽ കണ്ടയാളാണ്. എങ്ങനെയുണ്ട് ഈ ആവേശം ഇവിടെ കൊല്ലത്തേക്ക് എത്തുമ്പോൾ, നമ്മുടെ സ്ഥലത്തേക്ക്, നമ്മുടെ ജില്ലയിലേക്ക് എത്തുമ്പോൾ? വണ്ടർഫുൾ. ഈ വണ്ടർഫുൾ അല്ലായിരുന്നല്ലോ നേരത്തെ കണ്ടത്. ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് തലകുത്തി പറഞ്ഞ് നമ്മളാണ് ഇവിടെ എല്ലായിടത്തും നിന്ന് നമ്മള് എല്ലാ സജ്ജീകരണങ്ങളും തീരുന്നവരെ ഞങ്ങൾ എല്ലാം ഇവിടെ കാണും. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്? വോളണ്ടിയർ വർക്കിൻസ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. ഞങ്ങൾ NSS വോളണ്ടിയേഴ്സ് ആണ്. നോട്ട് മീ ബട്ട് യു എന്നാണ് ഞങ്ങളുടെ ആശയം. ഞങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മനസ്സ് നന്നായിട്ട് എല്ലാ ദിവസവും ഇവിടെ തന്നെ കാണും. ഞങ്ങൾ എല്ലാവിധ ഹെൽപ്പ്, ഞങ്ങളെ പറ്റുന്ന എല്ലാ ഹെൽപ്പും ഞങ്ങളോട് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ കാണും. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് സംഘാടകർ? കണ്ടക്ടറൊക്കെ ആയിട്ട് എല്ലാം ചെയ്യും. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഒരാൾ എന്താ പ്രവർത്തനമായാലും ഞങ്ങൾ ചെയ്യും, മനോഹരമായിട്ട് ചെയ്യും. ഞങ്ങൾക്ക് പറ്റുന്ന എല്ലാം ഞങ്ങൾ ചെയ്യും. അപ്പൊ അതിന്റെ ഏറ്റവും ഇതിലേക്ക് പോകാൻ പോവാണ് ഇനി അടുത്ത സമയങ്ങളിൽ. തീർച്ചയായിട്ടും ഇനി വൈകിട്ട് ട്രോഫി ഇവിടേക്ക് എത്തുകയാണ്. കലോത്സവത്തിന്റെ ട്രോഫി വൈകിട്ട് കുളക്കടവിലാണ് മന്ത്രിമാർ ഏറ്റുവാങ്ങുന്നത്. മന്ത്രി KN ബാലഗോപാലും ചിഞ്ചു റാണിയും ചേർന്നാണ് ഈ ട്രോഫി, ഒപ്പം KB ഗണേഷ് കുമാറും ഉണ്ട്. ഇവർ 3 മന്ത്രിമാർ ചേർന്നാണ് ഇന്ന് കുളക്കടവിലേക്ക് എത്തുന്ന ട്രോഫി കൊല്ലം ജില്ലയുടെ അതിർത്തിയിൽ വെച്ച് ഏറ്റുവാങ്ങുന്നത്. പിന്നീട് ഓരോ പോയിന്റുകളിലും ഓരോ സ്കൂളുകളിലും ഈ ട്രോഫി ഘോഷയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. വൈകിട്ട് 6:45 ആശ്രമ മൈതാനത്തേക്ക്, പ്രധാന വേദിയിലേക്ക് ഈ ട്രോഫി ഘോഷയാത്ര എത്തുന്നത്. അത് ഇവിടെ എത്തുമ്പോൾ വലിയ ആവേശത്തോടു കൂടിയായിരിക്കും അവരെ സജീവമായിട്ട് തന്നെ പ്രവർത്തനങ്ങളുമായിട്ട് ഈ ഇവിടുത്തെ കലാകാരന്മാരും ഒപ്പമുണ്ടാകും ആ ഘോഷയാത്ര വരവേൽക്കുന്നതിനായി. അത് കലോത്സവത്തിന്റെ ഒരു വിളംബര ഘോഷയാത്രയായി തന്നെ മാറുകയും ചെയ്തു. ഇപ്പോൾ കലോത്സവ വണ്ടിയുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. കൊല്ലം ജില്ലയുടെ റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം ബസ് സ്റ്റാൻഡിലും വന്നിറങ്ങുന്ന, വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിറങ്ങുന്ന വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് കലോത്സവ വേദികളിലേക്കും ഒപ്പം മറ്റ് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന സ്കൂളുകളിലേക്കുമൊക്കെ കൊണ്ടുപോകുന്നതിന് 30ഓളം വണ്ടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കലോത്സവ വണ്ടി എന്ന പേരിൽ ഈ വാഹനങ്ങൾ മുഴുവൻ സമയവും റെയിൽവേ സ്റ്റേഷനിലും ഒപ്പം KSRTC ബസ് സ്റ്റാൻഡിലും ഉണ്ടാകും. ഈ വാഹനത്തിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ മന്ത്രി V ശിവൻകുട്ടി, മുകേഷ് MLA തുടങ്ങിയ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ് മിഥുൻ, എന്തായാലും വിപുലമായ ഒരുക്കങ്ങൾ കലോത്സവത്തിനായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അറിയേണ്ടത് ഈ കലോത്സവം, കുട്ടികളുടെ കുരുന്നുകളുടെ ഒക്കെ കലോത്സവത്തിൻ്റെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജനൻ TV എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്? ഉമേഷ്, നമ്മൾ പൂർണ്ണ സജ്ജരാണ്. കലോത്സവത്തിന്റെ ചെറുതും വലുതുമായിട്ടുള്ള വിശേഷങ്ങളും കൗമാരോത്സവത്തിന്റെ ആ കൗതുക കാഴ്ചകളും എല്ലാം പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടീം ഇവിടെ സജ്ജമായിട്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മളിവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. നമ്മുടെ മീഡിയ സ്റ്റാൾ പൂർണ്ണ പ്രവർത്തന സജ്ജമായി. നമ്മുടെ താൽക്കാലിക സ്റ്റുഡിയോ ഈ ഭാഗത്ത്, കലോത്സവ പ്രധാന വേദിയുടെ തൊട്ട് സമീപത്തായിട്ടുള്ള ഭാഗത്ത് നമ്മുടെ സ്റ്റുഡിയോ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. മറ്റ് ക്രമീകരണങ്ങളെല്ലാം നമ്മുടെ ടീം ഇന്ന് ഉച്ചയോടുകൂടി മുഴുവൻ ആളുകളും, റിപ്പോർട്ടർമാരും മറ്റ് ക്യാമറ സജ്ജീകരണങ്ങളും മറ്റ് സാങ്കേതിക പ്രവർത്തകരുമെല്ലാം ഇവിടേക്ക് എത്തും. അവരെ ആവേശത്തോടു കൂടി വരവേൽക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുമായി ഞാനും എൻ്റെ ക്യാമറമാൻ ഹരികൃഷ്ണൻ കരിപ്പാട്, നമ്മുടെ സാരഥി ക്യാമറ സഹായി മനോജ് അടക്കമുള്ള നമ്മുടെ ജനൻ TVയുടെ കൊല്ലം ബ്യൂറോ അവരെ വരവേൽക്കുന്നതിനുള്ള ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. ഈ കലോത്സവ വണ്ടികളുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നത്. അതിന് തൊട്ട് മുൻപ് ഈ പന്തലും ലൈറ്റും സൗണ്ട്സും സമർപ്പണ ചടങ്ങ് അല്പസമയം മുമ്പ് ഈ വേദിയിൽ നടന്നിരുന്നു. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പന്തൽ സമർപ്പണ ചടങ്ങ് നടന്നു.
ഭക്ഷണ കമ്മിറ്റി, രജിസ്ട്രേഷൻ കമ്മിറ്റി, മറ്റ് 20ഓളം സബ് കമ്മിറ്റികളാണ് സംഘാടക സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ഈ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അവസാനവട്ട ഏകോപന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണ കമ്മിറ്റി 11:30 ഇന്ന് 12:30 ഈ ഭക്ഷണ കമ്മിറ്റിയുടെ ക്രമീകരണങ്ങൾ അവിടെ പൂർത്തിയാകും. പഴയുടെ മോഹനൻ നമ്പൂതിരി തന്നെയാണ് ഇത്തവണയും ഭക്ഷണത്തിന്റെ ആ കൗപുണ്യത്തോടു കൂടി തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി ഭക്ഷണത്തോടു കൂടി പാചകപുര സജീവമാകും. ഇന്ന് രാത്രി ഭക്ഷണം അവിടെ ഉണ്ടാകും. നാളെ മുതൽ 3 നേരത്തെ പഴയുടെ മോഹന നമ്പൂതിരിയെ കൈപുണ്യ മാധുര്യമയോടുകൂടിയുള്ള ഭക്ഷണം കലോത്സവത്തിനെത്തുന്ന മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്യും. 2200 ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കൗമാരക്കാരുടെ ആവേശമൊക്കെ ഇതിന്റെ ശബ്ദത്തിലും കേൾക്കാനുണ്ട്. എന്തായാലും വരുന്ന 4-5 ദിവസങ്ങൾ ഈ ആവേശം ഒട്ടും ചോരാതെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം ജനത്തിന് കഴിയട്ടെ. കുട്ടികളുടെ കലാപരിപാടികൾ, അവരുടെ ചെറുതും വലുതുമായ സംഭാവനകളൊക്കെ പ്രേക്ഷകരിലേക്ക് അതിൻ്റെ ഭംഗി ഒട്ടും ചോരാതെ എത്തിക്കാൻ, ആ ആവേശം ഒട്ടും പോകാതെ ഇതിനെ തുടരുക.